അഞ്ചാം ക്ലാസ് അറബിക്കിലെ 6ാമത്തെ യൂണിറ്റ് അന്യാമത്ത് എന്നാണ് യൂണിറ്റിൻ്റെ പേര്. ഒന്നാമത്തെ പാഠം ഉമ്മി തൻതളിറുനി എന്ന ഒരു ഹിക്കായത്താണ്, ഒരു കഥയാണ്. ഉമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ, തൻതളിറുനി എന്നെ കാത്തിരിക്കുകയാണ് എന്നാണ് കഥയുടെ പേര്. കുല്ലയോമിൻ എല്ലാ ദിവസവും കാന റാഷിദുൻ യദ്ഹബു വഖ്ത ഫുസ്ഹത്തിൽ ഗദാഇ ഇലാ മൻസിലിഹി ലഞ്ചിൻ്റെ സമയത്ത് റാഷിദ് വീട്ടിലേക്ക് പോകുമായിരുന്നു. കാന റാഷിദുൻ യദ്ഹബു റാഷിദ് പോകുമായിരുന്നു. വഖ്ത ഫുസ്ഹത്തിൽ ഗദാഇ ഫുസ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ, ഇടവേള. ഗദാ ലഞ്ച്, ലഞ്ചിൻ്റെ ഇടവേളയിൽ റാഷിദ് പോകുമായിരുന്നു. ഇലാ മൻസിലിഹി അവൻ്റെ വീട്ടിലേക്ക്. എല്ലാ ദിവസവും റാഷിദ് സ്കൂളിൽ നിന്നും ഉച്ചയ്ക്ക് ലഞ്ച് സമയത്ത് വീട്ടിലേക്ക് പോകും. സാധാരണ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നും ലഞ്ച് കഴിക്കും, അതേസമയം റാഷിദ് മാത്രം വീട്ടിലേക്ക് പോകും. വഫി യദിഹി ഹഖീബത്തുഹു വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ്റെ കയ്യിൽ അവൻ്റെ ബാഗും ഉണ്ടാകും. വഫി യദിഹി അവൻ്റെ കയ്യിലുണ്ടാകും ഹഖീബത്തുഹു അവൻ്റെ ബാഗ്. ഫി അഹദിൽ അയ്യാമി ഒരു ദിവസം സഅലൽ മുദരിസു അധ്യാപകൻ ചോദിച്ചു. അധ്യാപകൻ റാഷിദിനോട് ചോദിച്ചു, ലിമ തദ്ഹബു കുല്ല യൗമിൻ ബിൽ ഹഖീബത്തി നീ എന്തിനാണ് എല്ലാ ദിവസവും ബാഗും കൊണ്ട് പോകുന്നത്? ലിമ തദ്ഹബു നീ എന്തിനാണ് പോകുന്നത്? ലിമ എന്തിന്, കുല്ല യൗമിൻ എല്ലാ ദിവസവും, ബിൽ ഹഖീബത്തി ബാഗ് കൊണ്ട്. ബാഗ് കൊണ്ട് പോകുന്നത്, ബാഗും കൊണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നീ എന്തിനാണ് വീട്ടിലേക്ക് പോകുന്നത് എന്ന് ഒരു ദിവസം അധ്യാപകൻ റാഷിദിനോട് ചോദിച്ചു. വഖഫ സാമിതൻ അവൻ നിശബ്ദനായി നിന്നു. അവൻ സൈലൻ്റായി നിന്നു, ഒന്നും പറഞ്ഞില്ല, മറുപടി ഒന്നും പറയാതെ നിന്നു. വലം യുജിബ് ഷെയ്അൻ ഒന്നും മറുപടി പറഞ്ഞില്ല. അജാബ എന്നാൽ മറുപടി പറഞ്ഞു. വലം യുജിബ് അവൻ മറുപടി പറഞ്ഞില്ല, ഷെയ്അൻ ഒന്നും. അപ്പോൾ അധ്യാപകൻ ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ നിന്നു. നളറൽ മുദരിസു ഇലാ വജ്ഹിഹി അപ്പോൾ അധ്യാപകൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നളറ നോക്കി, അൽ മുദരിസ് മുദരിസ്, ഇലാ വജ്ഹിഹി അവൻ്റെ മുഖത്തേക്ക്. ഫവജദ ഫീ ഐനൈഹി ദുമൂഅൻ അപ്പോൾ അധ്യാപകൻ അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ കണ്ടു. ഫവജദ അധ്യാപകൻ കണ്ടു, ഫീ ഐനൈഹി അവൻ്റെ രണ്ട് കണ്ണുകളിലും, ദുമൂഅൻ കണ്ണുനീർ. ലമ്മൽ മുദരിസു റാഷിദൻ ഇലൈഹി അപ്പോൾ മുദരിസ് റാഷിദിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ലമ്മ ചേർത്ത് പിടിച്ചു. അൽ മുദരിസ് അധ്യാപകൻ റാഷിദിനെ ചേർത്ത് പിടിച്ചു. ഇലൈഹി തന്നിലേക്ക് അധ്യാപകൻ ചേർത്ത് പിടിച്ചു. ഫബദ റാഷിദുൻ യബ്കി അപ്പോൾ റാഷിദ് കരയാൻ തുടങ്ങി. ബദ തുടങ്ങി, ബദ റാഷിദുൻ യബ്കി, യബ്കി മീൻസ് കരയുക. റാഷിദ് കരയാൻ തുടങ്ങി. സഅലൽ മുദരിസു മുലാത്തിഫൻ അധ്യാപകൻ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. സഅലൽ മുദരിസു അധ്യാപകൻ ചോദിച്ചു, മുലാത്തിഫൻ ആശ്വസിപ്പിച്ചുകൊണ്ട്, മാ ബിക്കയ റാഷിദ് എന്ത് പറ്റി റാഷിദേ, എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? അജാബ ഹസീനൻ അപ്പോൾ അവൻ ദുഃഖത്തോട് മറുപടി പറഞ്ഞു. അജാബ അവൻ മറുപടി പറഞ്ഞു, ഹസീനൻ ദുഃഖത്തോടെ. ഉമ്മി മരിയല എൻ്റെ ഉമ്മ രോഗിയാണ്. മാത അബി ഫി സിഗരി സിന്നി എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ഉപ്പ മരിച്ചുപോയി. മാത അബി എൻ്റെ ഉപ്പ മരിച്ചു. ഫി സിഗരി സിന്നി എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ. ഉമ്മ രോഗിയാണ്, ഉപ്പ മരിച്ചുപോയി. ഭയങ്കര ഒരവസ്ഥയാണല്ലേ. ആഹുദു തആമി ഇലാ ബൈത്തി അതുകൊണ്ട് ഞാൻ എൻ്റെ ഭക്ഷണം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആഹുദു ഞാൻ കൊണ്ടുപോകുന്നു, തആമി എൻ്റെ ഭക്ഷണം, ഇലാ ബൈത്തി വീട്ടിലേക്ക്. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഭക്ഷണം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. വനതനാവലുൽ ഗദാഅ കുല്ല യൗമിൻ മഅൻ എന്നും എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കും. വനത്തനാവലു ഞങ്ങൾ കഴിക്കും, അൽ ഗദാഅ ഉച്ചഭക്ഷണം, ലഞ്ച് ഞങ്ങൾ കഴിക്കും, കുല്ലയോമിൻ എല്ലാ ദിവസവും, മഅൻ ഒരുമിച്ച്. ആരൊക്കെ? ഞാനും എൻ്റെ ഉമ്മയും ഒരുമിച്ചാണ് ഞങ്ങൾ വീട്ടിൽ നിന്നും ഉച്ചഭക്ഷണം കഴിക്കുക. ഉമ്മി തൻതദിറു ഖുദൂമി ജാഇഅതൻ ഉമ്മ എൻ്റെ വരവും കാത്തുകൊണ്ട് വിശന്നിരിക്കും. ഉമ്മി എൻ്റെ ഉമ്മ, തൻതദിറു കാത്തിരിക്കും, ഖുദൂമ് വരവ്, ഖുദൂമി എൻ്റെ വരവ്, ജാഇഅതൻ വിശന്നുകൊണ്ട്. ഉമ്മ വിശപ്പ് സഹിച്ചു പിടിച്ച്
ഒരുപക്ഷെ രാവിലെ ഒന്നും കഴിക്കുന്നുണ്ടാവില്ല. ഉച്ചക്ക് ഇവൻ കൊണ്ടുവരുന്ന ഭക്ഷണം മാത്രമായിരിക്കാം ഉമ്മയുടെ ഭക്ഷണം. അങ്ങനെ അതും കാത്ത് വിശന്നുകൊണ്ട് ഉമ്മ ഇരിക്കും. എല്ലാ ദിവസവും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഉപ്പയില്ല, ഉമ്മ രോഗിയാണ്. ഉമ്മക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യ, ജോലിക്കൊന്നും പോകാൻ കഴിയുകയില്ല. പിന്നെ എന്ത് ചെയ്യും? ഭക്ഷണം വേണമെങ്കിൽ പണം വേണ്ടേ? പണമില്ലാതെ എന്ത് ചെയ്യും? അങ്ങനെ സ്കൂളിൽ നിന്നും ലഭിക്കുന്ന ഉച്ചഭക്ഷണം കൊണ്ട് ജീവിക്കുകയാണ് അവർ. അപ്പോൾ അത് കേട്ടപ്പോൾ മുദരിസിന് വല്ലാത്ത സങ്കടമായി. ഖാലൽ മുദരിസ് ഫീ നഫ്സിഹി, മുദരിസ് തൻ്റെ മനസ്സിൽ പറഞ്ഞു, നഅ്കുലു വനശ്റബു ഹത്താ നശ്ബഅ, നമ്മളൊക്കെ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കുന്നു, കുടിക്കുന്നു. നഅ്കുലു നമ്മൾ തിന്നുന്നു, വനശ്റബു നമ്മൾ കുടിക്കുന്നു, ഹത്താ നശ്ബഅ നമ്മുടെ വയറ് നിറയുന്നത് വരെ. ശബഅ വയറ് നിറഞ്ഞു, നശ്ബഅ വയറ് നിറയുക. കം മിൻ ത്വആമിൻ നഹ്ദുറു ഫിൽ അഅയാദി വൽ മുനാസബാത്തിൽ മുഖ്തലിഫത്തി, എത്ര ഭക്ഷണങ്ങളാണ് നമ്മൾ ആഘോഷങ്ങളിലും മറ്റു അവസരങ്ങളിലും പാഴാക്കുന്നത്. കം മിൻ ത്വആമിൻ എത്ര ഭക്ഷണമാണ്, നഹ്ദുറു നമ്മൾ പാഴാക്കുന്നത്, ഫിൽ അഅയാദി ആഘോഷങ്ങളിൽ, വൽ മുനാസബാത്തിൽ മുഖ്തലിഫ വിവിധ പരിപാടികൾ, അല്ലേ, പലതരം പ്രോഗ്രാമുകളും നമ്മൾ ഭക്ഷണം ഉള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ടല്ലേ. വിവാഹം, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള ആഘോഷവേളകളും നമുക്കുണ്ടാകാറുണ്ട്. അതിലൊക്കെ ഒരുപാട് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി അതിൽ കൂടുതൽ ഭക്ഷണവും ഒരുപാട് ഭക്ഷണം നമ്മൾ വേസ്റ്റ് ആക്കും, അല്ലേ, കളയും, ബാക്കി വന്ന് കളയും. അങ്ങനെ ഒരുപാട് ഭക്ഷണം കളയാറുണ്ട്. കൈഫ നുസാഇദു ഹാദിഹിൽ ഉസ്റത്ത്, അങ്ങനെ നമ്മളെങ്ങനെ ഭക്ഷണമൊക്കെ കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു കുട്ടിയും അവൻ്റെ ഉമ്മയും ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നുകൊണ്ട് ജീവിക്കുന്നത്. കൈഫ നുസായിദു നമ്മൾ എങ്ങനെ സഹായിക്കും, ഹാദിഹിൽ ഉസ്റത്ത് ഈ കുടുംബത്തെ നമ്മൾ എങ്ങനെ സഹായിക്കും എന്ന് അധ്യാപകൻ മനസ്സിലോർത്തു. അങ്ങനെ അധ്യാപകൻ അത് മറ്റുള്ള അധ്യാപകരുമായിട്ടും ഹെഡ് മാസ്റ്ററുമായിട്ടും ഒക്കെ ചർച്ച ചെയ്തു. അതിനുശേഷം ഫിൽ യൗമി താലി, പിറ്റേ ദിവസം, അൽഖാ നാദിറുൽ മദ്രസത്തി ഫി ത്വാബൂരി സ്വബാഹി കലിമാത്തിൻ അൻ അഹമ്മിയത്തി തൗഫീരിൽ അത്വമത്തി ലിൽ മുഹ്താജീന, ഹെഡ് മാസ്റ്റർ പിറ്റേ ദിവസം നടന്ന അസംബ്ലിയിൽ ആവശ്യക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അൽക്ക എന്ന് പറഞ്ഞാൽ ഇട്ടു എന്നാണ് ശരിയായ അർത്ഥം. ഇവിടെ അൽക്ക കലിമാത്തിൻ എന്നാണ്, അല്ലേ. അൽക്ക നാദിറുൽ മദ്രസത്തി ഫീ ത്വാബൂരി സ്വബാഹി കലിമാത്തിൻ, അൽക്ക കലിമാത്തിൻ എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചു. അപ്പോൾ അൽക്ക നാദിറുൽ മദ്രസത്തി ഫി ത്വാബൂരി സ്വബാഹി, ത്വാബൂർ സ്വബാഹ് എന്ന് പറഞ്ഞാലോ അസംബ്ലിയിൽ ഹെഡ് മാസ്റ്റർ അൽക്ക കലിമാത്തിൻ പ്രസംഗിച്ചു. എന്തിനെക്കുറിച്ച്? അൻ അഹമ്മിയത്ത് പ്രാധാന്യത്തെക്കുറിച്ച്. അഹമ്മിയത്ത് എന്ന് പറഞ്ഞാൽ പ്രാധാന്യത്തെക്കുറിച്ച് ഹെഡ് മാസ്റ്റർ പ്രസംഗിച്ചു. എന്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്? തൗഫീരിൽ അത്വമത്തി ഭക്ഷണം ലഭ്യമാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഭക്ഷണം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ലിൽ മുഹ്താജീന ആവശ്യക്കാർക്ക്, നമുക്ക് ചുറ്റുമുള്ള ആവശ്യക്കാർക്ക്, അതായത് ഭക്ഷണം ലഭിക്കാത്ത ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം, നിർബന്ധമായും കൊടുക്കണം എന്ന കാര്യം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഹെഡ് മാസ്റ്റർ പിറ്റേ ദിവസം അസംബ്ലിയിൽ പറഞ്ഞു. അതേപോലെ ഹദിരിൽ അത്വമത്തി, അദ്ദേഹം ഇതുകൂടെ പറഞ്ഞു. എന്തുകൂടെ? ഭക്ഷണം പാഴാക്കുന്നതിൻ്റെ അപകടത്തെ കുറിച്ച് കൂടെ പറഞ്ഞു. അപകടത്തെക്കുറിച്ച് പറഞ്ഞു. ഹദിരിൽ അത്വമത്തി ഭക്ഷണം പാഴാക്കരുത് എന്നും ഭക്ഷണം ആവശ്യക്കാർക്ക് നൽകണമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. അലാഫ ഖായിലൻ, അദ്ദേഹം ഇതുകൂടെ കൂട്ടിച്ചേർത്തു. അലാഫ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തു. എന്ത് കൂട്ടിച്ചേർത്തു? യുവാജിഹു കസീറും മിനന്നാസി, ധാരാളം ജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. യുവാജിഹു അഭിമുഖീകരിക്കുന്നു, കസീറും മിനന്നാസ് ധാരാളം ജനങ്ങൾ, ഫിൽ ആലമി ഈ ലോകത്ത്, നഖ്സൻ ശദീദൻ ഫി ത്വആമി വശറാബി ഭക്ഷണത്തിലും പാനീയത്തിലുമുള്ള ശക്തമായ വലിയ അളവിലുള്ള അപര്യാപ്തത, കുറവ് അനുഭവിക്കുന്നുണ്ട് ലോകത്തുള്ള ഒരുപാട് ജനങ്ങൾ. അപ്പോൾ നമുക്കിവിടെ ഭക്ഷണം സുലഭമായി ലഭിക്കുന്നുണ്ട്, എന്നാലും ലോകത്ത് പല ദേശങ്ങളിലും പല നാടുകളിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ കൃത്യമായി ഭക്ഷണം കിട്ടാതെ ജീവിക്കുന്നുണ്ട് എന്ന കാര്യം ഹെഡ് മാസ്റ്റർ പ്രസംഗത്തിൽ പറഞ്ഞു. നഖ്സു മീൻസ് കുറവ്, നഖ്സൻ ശദീദൻ വലിയ കുറവ്, എന്തിൽ? ഫി ത്വആമി വശറാബി ഭക്ഷണത്തിലും വെള്ളത്തിലും, കുടിവെള്ളം പോലും കിട്ടാത്ത ആളുകളുണ്ട്. ഹദറുൽ അത്വമത്തി ഭക്ഷണം പാഴാക്കൽ, ഹദറുൽ അത്വമത്തി മീൻസ് ഭക്ഷണം പാഴാക്കൽ, ആദത്തുൻ മദ്മൂമത്തുൻ
നിന്ദ്യമായ ഒരു ശീലമാണ്, വളരെ മോശമായ ശീലമാണ്. ആദത്തുൻ ശീലമാണ്, മദ്മൂമത്തുൻ മോശമായ. അൽ ഇഖ്തിസാദ് ഫിൽ ഇൻഫാഖി മഹ്മൂദുൻ മിതമായി ചിലവഴിക്കൽ സ്തുത്യർഹമാണ്. അൽ ഇഖ്തിസാദ് ഫിൽ ഇൻഫാഖ്, ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കൽ. അൽ ഇഖ്തിസാദ് മിതമായി ചിലവഴിക്കൽ, ആവശ്യത്തിന് മാത്രം ചിലവഴിക്കൽ. മഹ്മൂദുൻ അത് സ്തുത്യർഹമാണ്, മീൻസ് നല്ല കാര്യമാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചിലവാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അനാവശ്യമായി ചിലവഴിക്കുന്നത് ആദത്തുൻ മദ്മൂമത്തുൻ വളരെ മോശമായ ശീലമാണ്. അൽ ഇസ്റാഫ് സബബുൽ ലിൽ ബദാനത്തി വൽ അംറാദി, അമിതമായി ഭക്ഷണം കഴിക്കൽ രോഗങ്ങൾക്കും അമിതവണ്ണത്തിനും കാരണമാകും. അൽ ഇസ്രാഫ് ധൂർത്തരിക്കൽ അല്ലെങ്കിൽ അമിതമായി ചെയ്യൽ, മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അമിതമായി ഭക്ഷണം കഴിക്കൽ സബബുൻ കാരണമാണ്. എന്തിന്? ലിൽ ബദാനത്തി അമിതവണ്ണത്തിന്, പൊണ്ണത്തടിക്ക് അല്ലേ, ഭയങ്കരമായ തടി വെക്കും മനുഷ്യൻ്റെ ശരീരം, അതൊരു രോഗമാണ്. വൽ അമ്രാദ് മറ്റു രോഗങ്ങൾക്കും കാരണമാണ് ഓവറായി ഭക്ഷണം കഴിക്കൽ അല്ലേ. നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. യക്സുറു ഫിൽ ബിലാദി നമ്മുടെ രാജ്യത്ത് അധികരിക്കുന്നുണ്ട്, യക്സുറു അധികരിക്കുന്നു, ഫിൽ ബിലാദി രാജ്യത്ത് നാട്ടിൽ, അമ്രാലു നമത്തുൽ ഹയാത്തി ജീവിതശൈലി രോഗങ്ങൾ, അമ്രാലു രോഗങ്ങൾ, അമ്രാലു നമത്തുൽ ഹയാത്തി എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ അധികരിക്കുന്നുണ്ട്. യൗമൻ ഫയൗമൻ ദിനേന എല്ലാ ദിവസവും ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ അധികരിച്ച് വരികയാണ്. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? നിയന്ത്രണമില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ, അനാരോഗ്യകരമായ, ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണങ്ങൾ, ഒരുപാട് എണ്ണയും കൊഴുപ്പും ഒക്കെയുള്ള ഭക്ഷണങ്ങൾ, പിന്നെ ഫാസ്റ്റ് ഫുഡുകൾ ധാരാളം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിയന്ത്രണമില്ലാതെ കഴിച്ചാൽ, അമിതമായി പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർന്ന ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരുത്തും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങൾ, ഇവയൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ. അത് ഇങ്ങനെ നിയന്ത്രണമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. അത് നമ്മുടെ നാട്ടിൽ ദിനേന അധികരിച്ചു വരികയാണ്. ഓക്കെ, നുജീബു അനിൽ അസിലത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. മത്താ യദ്ഹബു ബാസിമുൻ ഇലാ മൻസിലിഹി, ബാസിം നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? റാഷിദാണ് അല്ലേ. ഇവിടെ ബാസിം എന്നാണ് കൊടുത്തിരിക്കുന്നത്, കുഴപ്പമില്ല, റാഷിദ് ആയിക്കോട്ടെ. റാഷിദ് എപ്പോഴാണ് വീട്ടിലേക്ക് പോയിരുന്നത്? എപ്പോഴാണ്? യദ്ഹബു റാഷിദുൻ ഇലാ മൻസിലിഹി, റാഷിദ് വീട്ടിലേക്ക് പോയിരുന്നു എപ്പോൾ? അതാണ് ഒന്നാമത്തെ സെന്റൻസിൽ ഇവിടെ ഉള്ളത് അല്ലേ. വഖ്ത ഫുസഹത്തിൽ ഗദാഇ, ലഞ്ച് സമയത്ത്. വഖ്ത ഫുസഹത്തിൽ ഗദാഇ മീൻസ് ലഞ്ചിൻ്റെ സമയത്ത്, അതാണ് ഉത്തരം എഴുതേണ്ടത്. യദ്ഹബു റാഷിദുൻ ഇലാ മൻസിലിഹി വഖ്ത ഫുസഹത്തിൽ ഗദാഇ, ലഞ്ചിൻ്റെ സമയത്ത് റാഷിദ് വീട്ടിലേക്ക് പോയിരുന്നു. മാതാ അജാബ ബാസിമുൻ ലിൽ മുദരിസ്, ബാസിം അല്ലെങ്കിൽ റാഷിദ് എന്താണ് അധ്യാപകനെ മറുപടി കൊടുത്തത്? എന്തായിരുന്നു മറുപടി കൊടുത്തത്? അവൻ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ഉമ്മി മരീളത്തുൻ, എൻ്റെ ഉമ്മ രോഗിയാണ്. മാതാ അബി ഫി സിഗരി സിന്നി, എൻ്റെ ഉപ്പ ചെറുപ്രായത്തിൽ മരിച്ചുപോയി. അഹുദു താമീല ബൈത്തി, ഞാൻ എൻ്റെ ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വനത്തനാവലിൽ ഒതാക്കുല്ലി അമിൻമാൻ, എന്നും ഒരുമിച്ച് കഴിക്കുന്നു. ഉമ്മി തൻതദർഖുദുമി ജായതൻ, അതാണ് അതിന് ഉത്തരം എഴുതേണ്ടത്. ഇനി മൻ യന്തദിറു ബാസിമൻ, ബാസിമിനെ റാഷിദിനെ ആരാണ് കാത്തിരിക്കുന്നത്? അൽ ഉമ്മു, ഉമ്മയാണ് അല്ലേ. മാ ബിക്കയാ ബാസിം, മൻ കാല ഹാദ, ബാസിമെ നിനക്ക് എന്ത് പറ്റി? ഇതാരാണ് പറഞ്ഞത്? അൽ മുദരിസ്, അധ്യാപകനാണ് പറഞ്ഞത്. നഖറഉ നസ്സ, പാഠഭാഗം വായിച്ചു നോക്കാം. വനുഇദ്ദുൽ മുൽസഖാത്ത്, എന്നിട്ട് പോസ്റ്ററുകൾ തയ്യാറാക്കാം. ലി തൗഇയത്തി ളിദ്ദ ഹദരി ത്വാമി, ഭക്ഷണം പാഴാക്കുന്നതിനോടുള്ള തൗഇയത്ത്, പാഴാക്കുന്നതിനെതിരെയുള്ള അവബോധത്തിന് വേണ്ടി കുറച്ച് പോസ്റ്ററുകൾ തയ്യാറാക്കാം. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. ഉദാഹരണം ഒന്ന് കൊടുത്തിരിക്കുന്നു. നഅ്കുലു വനശ്റബു, നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. വല നുസ്രിഫു, എന്നാൽ ദുർവ്യയം ചെയ്യരുത്, അമിതമാക്കരുത്. ഓക്കെ, ഇതേപോലെ ഒരു 4 നമുക്ക് തയ്യാറാക്കാം. അൽ ഇസ്രാഫു സബബുൻ ലിൽ ബദാനത്തി വൽ അംറാദി, അമിതമായി ഭക്ഷണം കഴിക്കൽ പൊണ്ണത്തടിക്കും രോഗങ്ങൾക്കും മറ്റു രോഗങ്ങൾക്കും കാരണമാകുന്നു എന്നെഴുതാം. പിന്നെ എന്തെഴുതാം? ഹദറുൽ അത്ഇമത്തി ആദത്തുൻ മദ്മൂമത്തുൻ, ഹദറുൽ അത്ഇമത്തി ആദത്തുൻ മദ്മൂമത്തുൻ, ഭക്ഷണം പാഴാക്കൽ നിന്ദ്യമായ മോശമായ ശീലമാണ്. വഫിറു അൽ അത്ഇമത്ത ലിൽ മുഹ്താജീൻ,
ഭക്ഷണം ആവശ്യക്കാർക്ക് ഭക്ഷണം എത്തിക്കുക, ഭക്ഷണം ലഭ്യമാക്കുക എന്ന് എഴുതാം. പിന്നെ ലാ തഹ്ദിറു അൽ അത്ഇമത, ലാ തഹ്ദിറു അൽ അത്ഇമത, ഭക്ഷണം പാഴാക്കരുത് എന്ന് എഴുതാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയുമാണ് ഈ ഒന്നാമത്തെ പാഠത്തിലുള്ളത്.